and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടീമു ഹോൾ ആണ്. ആക്ച്വലി ടീമു എന്ന് പറയുന്ന വെബ്സൈറ്റ് ഒരു ചൈനീസ് വെബ്സൈറ്റ് ആണ് ആൻഡ് ദിസ് പെർട്ടിക്കുലർ വെബ്സൈറ്റ് ഇസ് ബാൻഡ് ഇൻ ഇന്ത്യ ജസ്റ്റ് ലൈക്ക് ക്ലബ് ഫാക്ടറി. നിങ്ങൾക്ക് ക്ലബ് ഫാക്ടറി ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇറ്റ് വാസ് ബാൻഡ് ബാക്ക് ഇൻ 2019 or 20 ആണെന്ന് തോന്നുന്നു. ചൈനീസ് വെബ്സൈറ്റ് ആയിരുന്നു. സോ പ്രീവിയസ്ലി ക്ലബ് ഫാക്ടറി എന്ന് പറയുന്ന സൈറ്റിൽ ഭയങ്കര ചീപ്പായിട്ട് കുറേ സാധനങ്ങൾ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ സെയിം റെപ്ലിക്ക പോലത്തെ ഒരു സംഭവമാണ് ടീമു. സോ എവർ സിൻസ് ഐ മൂവ് ഫ്രം ഇന്ത്യ ടു ഒമാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇങ്ങനെ വരുമായിരുന്നു. ആൻഡ് ബേസിക്കലി എല്ലാ പ്രോഡക്ട്സും ഈ ടീമൂന്ന് ഷിപ്പ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ആർ ഇമ്പോർട്ടഡ് ഫ്രം ചൈന ഡയറക്ട്ലി. ഇതെൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. ഞാൻ പാർസൽ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നല്ലതായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് ഇവർ ഷിപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്നും ഡാമേജ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ചൈനീസ് പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇത് ഡ്യൂറബിൾ ആണോ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഒരു ഓഫറിൽ എനിക്ക് കിട്ടിയതാണ് 3 പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട്. അതായത് അവർ കുറച്ച് ലിസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ഇങ്ങനെ കാണിക്കും. അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് 3 എണ്ണം ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാനൊരു 10-15 റിയാലിൻ്റെ എക്സ്ട്രാ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ 3 പ്രോഡക്ട്സ് ഫ്രീയും എനിക്ക് ഷിപ്പ് ചെയ്യും വിത്ത് ദാറ്റ് പ്രോഡക്റ്റ് ദാറ്റ് ഹാവ് പർച്ചേസ്ഡ് വിത്ത് മൈ മണി. അങ്ങനെ ഒരു ഓഫർ വന്നുകൊണ്ടാണ് ഞാൻ കറൻ്റ്ലി ടീമൂന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റഡി ആയിരുന്നു. ബ്രേക്കേജും കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് കെയർഫുള്ളി പാക്ക് ചെയ്തിട്ടാണ് അവർ വിട്ടിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ഒരു തെർമോകൂൾ ബോക്സിലേക്ക് വെച്ചിട്ട്. സോ ഇതാണ് ഫ്രീ ആയിട്ട് കിട്ടിയ പ്രോഡക്റ്റ്. ആൻഡ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീ ഡിഫ്യൂസറാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗ്യാസിലും വെക്കാം, ഇൻഡക്ഷനിലേക്ക് വെക്കാം. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 750 ml ആണ്. ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിഫ്യൂസിങ് ടീ ആണോ, ഗ്രീൻ ടീ ഓർ ലീവ്സ്, ബേസിക്കലി ലീവ്സിനായിരിക്കും ഇത് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇത് ആക്ച്വലി തീയിൽ വെക്കുമ്പോൾ പൊട്ടാതെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. പിന്നെ നെക്സ്റ്റ് എനിക്ക് കിട്ടിയ ഒരു ഫ്രീ പ്രോഡക്റ്റ് ആണ് ദിസ് വൺ. ഇത് ബേസിക്കലി ബോയിലിങ്ങിനും ഫ്രൈയിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പാനാണ്. പാൻ എന്നാണോ ഇതിനെ പറയുന്നത് എനിക്കറിയില്ല. സോ ഇതിൽ നമുക്ക് ഓയിൽ ഇടാം. ആൻഡ് ഇതിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസോ ചിക്കനോ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടിട്ട് യു ക്യാൻ ബേസിക്കലി പുട്ട് ഇറ്റ് ഇൻസൈഡ്. അപ്പോൾ ഈവൻ ഇഫ് ബോയിലിംഗ് പേർപ്പസിനാണെങ്കിലും അല്ലെങ്കിൽ ഫ്രൈങ് പേർപ്പസിനാണെങ്കിലും എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനാണ് ഇത്. ഇതും അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇതും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഔട്ട് ഓഫ് 3 പ്രോഡക്റ്റ്. നെക്സ്റ്റ് എനിക്ക് കിട്ടിയ 3 ഫ്രീ പ്രോഡക്ട്സിൽ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ഫ്രീ പ്രോഡക്റ്റ് ആണ് ഇത്. ഇതൊരു ബൗളാണ്. ആക്ച്വലി 3 pack of 3 bowls. ഇതിൽ ഫസ്റ്റ് വൺ 200 ml എന്ന് പറയുമ്പോഴേക്കും ഐ തിങ്ക് അറൗണ്ട് 2 liters 2 liters വരെ എനിക്കിതിൽ മിക്സ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നല്ലോ സാലഡ് ഡ്രസ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ആണെങ്കിലും ഇതൊരു വലിയ ബൗൾ. അത്യാവശ്യം ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ അത്ര അടിപൊളിയല്ല ഇത്. ഔട്ട് ഓഫ് ഓൾ 3 എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഇച്ചിരി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ ഫ്രീ, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ 3 sizes ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദിസ്, ഏറ്റവും വലുത്. രണ്ടാമത്തത് ഇതാണ്. ആൻഡ് മൂന്നാമത്തത് ഇതാണ്. സോ ഇതിൻ്റെ 3 sizes ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ഐ തിങ്ക് സംതിങ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവത്തിന് ഇത് അത്യാവശ്യം നല്ല ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് വെൻ ഐ വാസ് ചൂസിങ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, ഫ്രീ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇന്ന് 3 ഞാൻ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ തോട്ട് ഓഫ് പിക്കിംഗ് അപ്പ് വിച്ച് വാസ് വെരി എക്സ്പെൻസീവ്. അറ്റ്ലീസ്റ്റ് ഒരു 500-600 അങ്ങനെ ഒരു പ്രൈസി ആയിട്ട് വരുന്ന സൈഡിൽ നിന്നാണ് ഞാൻ ചൂസ് ചെയ്തത്. ആൻഡ് ഐ ഓൾസോ വാണ്ടഡ് ഇറ്റ് ടു ബി യൂസ്ഫുൾ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ. ഇപ്പോൾ ബൗളൊക്കെ ആണെങ്കിലും മിക്സിങ്ങിനൊക്കെ എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കിച്ചണിൽ. പിന്നെ ഈ ഫ്രൈയിങ് ആൻഡ് ബോയിലിംഗ്, ഐ തിങ്ക് ഈ ഫ്രൈയിങ്ങിനേക്കാളും കൂടുതൽ മേ ബി ഐ വിൽ ബി യൂസിങ് ഇറ്റ് ഫോർ ബോയിലിംഗ്. ഇപ്പോൾ എന്തെങ്കിലും കപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങാനാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. യു ക്യാൻ ജസ്റ്റ് ഡിപ്പ് ഇറ്റ് ഇൻ ആൻഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കോരി എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. യു ഡോണ്ട് നീഡ് എ സ്ട്രെയിനർ ബേസിക്കലി.
അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ദ അതർ വൺ എനിക്ക് ഡൗട്ട്ഫുൾ ആണ് ഗ്യാസിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോകുമോ എന്നുള്ളത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുനോക്കാം. ഫസ്റ്റ് വൺ ഞാൻ ഓർഡർ ചെയ്തത് ഇതാണ് കേട്ടോ. ഇതൊരു ഹെയർ ക്ലിപ്പാണ്. ബേസിക്കലി ബനാന ക്ലിപ്പൊക്കെയാണ് ഇതിനെ പറയുന്നത്. ദിസ് വാസ് എ പാക്ക് ഓഫ് 3 ആൻഡ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇറ്റ്സ് മെയ്ഡ് ഇൻ ചൈന എന്ന്. ആൻഡ് ഇതിൽ 3 കളേഴ്സാണ് ഉള്ളത്. 1 ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഒരു ബ്രൗണിഷ് കളറാണ്. ദ പ്രോബ്ലം ഐ ഫൗണ്ട് വിത്ത് ദിസ് പെർട്ടിക്കുലർ ക്ലിപ്പ് വാസ് ദാറ്റ് ഇത് ഭയങ്കര ലോങ് ആണ്. ഇറ്റ്സ് വെരി വെരി ലോങ്. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറയുമ്പോൾ അധികം ഡെൻസ് അല്ലാത്ത ഹെയർ ആയതുകൊണ്ട് എനിക്കിത് അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. ബട്ട് ഐ സ്റ്റിൽ ഹാവ് ടു ഫിഗർ ഔട്ട് ഹൗ ടു യൂസ് ദിസ്. സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ജസ്റ്റ് ലൈക്ക് ടു മേക്ക് യുവർ ഹെയർ കേളി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കേൾ ചെയ്ത് രാത്രി ഓവർനൈറ്റ് സ്ലീപ്പ് ചെയ്ത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല കേളി ആയിട്ട് ഹെയർ ആവുന്ന പറയുന്നത്. അപ്പോൾ എനിക്കിത് ട്രൈ ചെയ്യണം, അതിനാണ് ഞാനിത് മേടിച്ചത്. ഇതും അത്യാവശ്യം ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ബൈ ദ വേ എല്ലാത്തിൻ്റെയും പ്രൈസസും ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലും മെൻഷൻഡ് ആയിരിക്കും. ആൻഡ് ലിങ്ക്സും അതുപോലെ തന്നെ പ്രൈസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഡോണ്ട് ഫർഗെറ്റ്. അടുത്തത് വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഐ നോട്ട് ഓപ്പൺഡ്. യെസ്, ഈ ഹെയർ ലൈൻ പൗഡർ. സോ ഇത് വന്നിട്ട് 4 ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരുന്നു. ഞാനിത് ഡാർക്ക് ബ്രൗണിലാണ് മേടിച്ചത്. സോ ആൻഡ് ഇതിനൊരു പൗഡർ ഫിനിഷിംഗ് ആണ്. ഇത് കണ്ടോ, ഇങ്ങനെയായിരിക്കുന്ന ലൈറ്റ് ബ്രൗൺ. സോ ഇപ്പോൾ ഹെയർ ലൈനൊക്കെ കയറിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെയൊക്കെ എനിക്ക് ഇത്തിരി ഹെയർ ലൈൻ കയറിയിരിക്കുന്നുണ്ട്. സോ ഇവിടെയൊക്കെ ഒന്ന് പൗഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. ലൈറ്റായിട്ട് തന്നെ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, അത്യാവശ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ഞാൻ ബ്ലാക്ക് മനഃപൂർവ്വം മേടിക്കാഞ്ഞിട്ടാണ്. ബിക്കോസ് ബ്ലാക്ക് മേടിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ചിലപ്പോൾ എടുത്തറിയും. ഇപ്പോൾ ഐബ്രോസിൽ തന്നെ ആണെങ്കിലും നമ്മൾ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണെന്നാണ് അല്ലോ പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ഇതാണ്. ഇത് ബേസിക്കലി ഒരു വാച്ച് ബോക്സ് ആണ്. ഇതിൽ 10 വാച്ചസ് കയറും. ഞാൻ ഓൾറെഡി ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ 10 വാച്ചസ് ആണ് കയറുന്നത്. ആൻഡ് ഇതിൻ്റെ ഈ കുഷ്യന് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ലോക്കൽ അല്ല. ആൻഡ് ഇത് സിബ് ലോക്കിംഗ് ആയിട്ടാണ് വരുന്നത്. ലോക്കിംഗ് സിസ്റ്റം സിബാണ്. സോ ഇതിൻ്റെ ഐ തിങ്ക് 2 or 3 കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഐ ചോസ് ദിസ് വൺ. ആൻഡ് 2 or 3 സൈസസിലും അവൈലബിൾ ആയിരുന്നു. മേ ബി 5 വാച്ചസ്, 10 വാച്ചസ് ആൻഡ് 15 അങ്ങനെ എന്തോ 3 സൈസസ് അവൈലബിൾ ആയിരുന്നു. ആൻഡ് ദിസ് ഇസ് വാട്ട് ഇത് ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്പ്രേ ബോട്ടിൽ. ആൻഡ് ഞാനിത് സ്പെസിഫിക്കലി റോസ്മേരി വാട്ടർ തലയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു ബോട്ടിലാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൈസ് വാട്ടറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ബിക്കോസ് ഞാനിത് കുറേ തവണ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കോമൺ ആയിട്ട് ഇത് റോസ്മേരി വാട്ടറിനും റൈസ് വാട്ടറിനൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട്. ദാറ്റ്സ് വൈ ഐ പർച്ചേസ്ഡ് ഇറ്റ്. കാരണം ഇതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ബേസിക്കലി നമ്മൾ സാധാരണ വീട് ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സ്പ്രേ ബോട്ടിൽസിൻ്റെ ക്വാളിറ്റി കുറച്ച് ചീപ്പർ ആയിരിക്കും. പക്ഷേ ഇത് കുറച്ച് നല്ല പ്ലാസ്റ്റിക് ആയിട്ടാണ് ഫീൽ ആവുന്നത്. സോ ദിസ് ഇസ് ഇറ്റ്. ഇതും അറൌണ്ട് 150-200 ആ ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. ഓൾസോ എല്ലാ പ്രോഡക്റ്റ്സും ഇതുപോലത്തെ പ്ലാസ്റ്റിക് റാപ്പിങ്ങിലാണ് വന്നത്. എല്ലാത്തിനും ഉണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ടുള്ള പാക്കിങ്ങും ഐ തിങ്ക് ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ദ പാക്കേജിങ് വാസ് വെരി ഗുഡ്. ബിക്കോസ് ട്രാൻസിറ്റിൽ ഡാമേജസ് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ കണ്ട പോലെ തന്നെ എൻ്റെ ടീ ഡിഫ്യൂസർ, ഗ്ലാസിൻ്റെ ടീ ഡിഫ്യൂസർ ആണെങ്കിലും സെപ്പറേറ്റ്ലി തെർമോകോൾ ബോക്സിലാണ് വന്നത്. ഓൾസോ മൈ വാച്ച് ബോക്സ് എല്ലാത്തിനും കാർട്ടൂൺ ബോക്സും തെർമോകോൾ ബോക്സും എല്ലാം ഉണ്ടായിരുന്നു. നല്ല പ്രോപ്പറായിട്ട് പാക്ഡ് ആയിരുന്നു. ആൻഡ് സോ ഫാർ ഡാമേജസ് ഒന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു സ്മാഷറാണ്. ഇത് പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്മാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. പൊട്ടറ്റോ സ്മാഷറാണ് ഇത്. ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ചീപ്പ്. 50 or 60 rupees-നാണ് എനിക്ക് ഇത് കിട്ടിയത്. ദാറ്റ്സ് വൈ ഐ പർച്ചേസ്ഡ് ഇറ്റ്. അത്യാവശ്യം ഹാൻഡിയാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്. ചീപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു ബോട്ടിൽ ക്ലീനറാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഇവിടെ ലോക്കൽ ഷോപ്സിലൊക്കെ നോക്കിയപ്പോഴൊന്നും ഐ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്. അപ്പോഴാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസസിലും ഒക്കെ ഞാൻ ടീമൂല് കണ്ടത്. സോ ദാറ്റ്സ് വൈ ഐ പർച്ചേസ്ഡ് ഇറ്റ്. ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. ഐ തിങ്ക് യു ഷുഡ് ഓൾസോ ട്രൈ ബൈയിങ് ദിസ്. ബിക്കോസ് നമ്മൾ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് എനിവേസ് യു കാൺ പുട്ട് യുവർ ഹാൻഡ് ഇൻസൈഡ് അല്ലേ, കൈ ഉള്ളിലോട്ട് പോവില്ലല്ലോ. സോ ഇഫ് യു ആർ യൂസിങ് സംതിങ് ലൈക്ക് ദിസ്
ബേസിക്കലി നമ്മൾ വെള്ളം കുപ്പി ക്ലീൻ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ കുറച്ച് സോപ്പ് വെള്ളം ഇട്ടിട്ട് ഇത് വെച്ചൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽ ഫ്രം ദ ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് ഈക്വലി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് ഇറ്റ് വാസ് എ വെരി ഗുഡ് പർച്ചേസ്. ഞാനിതെന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഡീറ്റെയിൽസ് എല്ലാം അപ്കമിങ് ഷോർട്സിൽ റീൽസിലായിട്ടൊക്കെ പറയുന്നതായിരിക്കും. അടുത്തതൊരു ഐസ്ക്രീം സ്കൂപ്പാണ്. ഇതൊരു ചെറിയ സ്കൂപ്പിൻ്റെ ആണ്. ഐ തിങ്ക് ദ പ്രൈസ് വാസ് ഓൾസോ വെരി ലെസ്, 50 or 60 rupees-നാണ് ഇത് ഞാൻ മേടിച്ചത്. സോ ഇതാണ് അടുത്തത് ഐസ്ക്രീം സ്കൂപ്പ്. ഇറ്റ് ഈസ് ഓൾസോ മെയ്ഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു സ്പൂണാണ് കേട്ടോ, സ്പൂൺ സെറ്റ് ഓഫ് 2 spoons. ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ ദ ഇമേജ് ടീമൂല് കാണിച്ചിരുന്ന ഇമേജ് വാസ് വെരി അപ്പീലിംഗ് ടു മീ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദ സൈസ് ഇസ് ഓൾസോ പ്രിറ്റി ബിഗ്. ഞാൻ ഇങ്ങനത്തെ ഒരു സൈസിൽ സ്പൂൺസ് നമ്മൾ ഡെയിലി വിസിറ്റ് ചെയ്യുന്ന ഷോപ്സിൽ അങ്ങനെ കണ്ടിട്ടില്ല, എസ്പെഷ്യലി ഈ ഒരു സൈസിലും ഷേപ്പിലും ഒക്കെ. സോ ഐ ഫൗണ്ട് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. നല്ലൊരു എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ഇതായിട്ട് തോന്നി. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിൽ സെർവ് ചെയ്യാനും കറിയും റൈസും എല്ലാം ഈക്വലി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൂണാണ്. ബിക്കോസ് ദ സൈസ് ഇസ് ഓൾസോ വെരി ഗുഡ്. എൻ്റെ പാമിൻ്റെ അത്രയുണ്ട്. ഒരു സ്പൂൺ ഇസ് ലൈക്ക് സി എൻ്റെ ഒരു പാമിൻ്റെ അത്രയുണ്ട്. സോ യു ക്യാൻ. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് ദിസ്. ഇതൊരു പൾസസ് റൈസ് എല്ലാം വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഷിംഗ് ബൗളാണ്. ഐ വാസ് വാണ്ടിങ് ടു പർച്ചേസ് ദിസ് ഫ്രം എ വെരി ലോങ് ടൈം. ഇപ്പം ഞാനിത് വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വാസ് ഗെറ്റിംഗ് ഇറ്റ് വെരി ചീപ്പ് ആൻഡ് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. ബേസിക്കലി യു പുട്ട് ഇൻ ഓൾ യുവർ പൾസസ് ഓർ റൈസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടുക. വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും കഴുകിയതിന് ശേഷം യു ക്യാൻ ഡ്രെയിൻ ഓഫ് വാട്ടർ ഫ്രം ദിസ് നോസിൽസ്. ഇവിടെ നിന്ന് വാട്ടർ ഡ്രെയിൻ ഓഫ് ചെയ്ത് കളയാൻ പറ്റും, വിച്ച് ഇസ് വെരി ഗുഡ് ഐ തിങ്ക്. ബിക്കോസ് യൂഷ്വലി നമ്മൾ ഡെയിലി ബൗളിൽ തന്നെ ഇടുക, അത് കഴിഞ്ഞ് പിന്നെ കഴുകുമ്പോഴേക്കും പൾസസ് എല്ലാം കൂടി ഡ്രെയിനിലോട്ട് പോകും. ഇറ്റ് ഈസ് എ ബിറ്റ് ഓഫ് എ ഹസൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും വേരിയൻസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ സൈസസ്, പക്ഷേ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഡു ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു റിയലി വോണ്ട് ടു ബൈ. നൈറ്റ് വെയർസ് ആയിരുന്നു. സോ ബേസിക്കലി അതിൽ 2 എണ്ണം ഐ ഹാഡ് ടു റിട്ടേൺ, 1 ബ്ലൂ ആൻഡ് 1 ബ്ലാക്ക്. സോ കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഫൗണ്ട് ദ ക്വാളിറ്റി ഓഫ് ദ ക്ലോത്തിങ് ഐറ്റംസ് വാസ് വെരി ബാഡ്. ബിക്കോസ് ഫോർ ദ പ്രൈസ് യു ആർ പേയിങ്, എനിക്ക് തോന്നുന്നു 600, 700 ആ ഒരു പ്രൈസ് റേഞ്ചാണ് ഞാൻ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫോർ ദാറ്റ് പ്രൈസ് പോയിന്റ് ഐ ഡോണ്ട് ഫീൽ ഇറ്റ് വാസ് വർത്തി. ബിക്കോസ് ക്ലോത്തിൻ്റെ ക്വാളിറ്റി ഐദർ ഇറ്റ് വാസ് ടു തിക്ക് അല്ലെങ്കിൽ ഭയങ്കര ബനിയനി മെറ്റീരിയൽ ആയിരുന്നു. 2 എണ്ണം ബനിയൻ മെറ്റീരിയൽ ആയിരുന്നു, ഇങ്ങനെ ടൈറ്റ് ആയിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ടു തിക്ക് ആൻഡ് ഹെവി. ഓർ ദ നെക്ക് ലൈൻ ഭയങ്കര ഡീപ്പായിട്ടും അത്ര ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ ദാറ്റ്സ് ദ റീസൺ ഐ റിട്ടേൺഡ് ബോത്ത് ഓഫ് ദെം, 1 ബ്ലാക്ക് ആൻഡ് 1 നേവി ബ്ലൂ. പക്ഷേ ഒരെണ്ണം ഐ ഡിസൈഡഡ് ടു കീപ് ബിക്കോസ് ഐ ഫെൽറ്റ് ദിസ് വാസ് ഓക്കേഷ്. എന്നാലും ദ ക്വാളിറ്റി ഈസ് നോട്ട് ദ ബെസ്റ്റ്, പക്ഷേ സ്റ്റിൽ യു ക്യാൻ യൂസ് ഇറ്റ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ പാക്കേജിങ് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ടാണ് വന്നത്. ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് പൗച്ചിലാണ് വന്നത്. അപ്പോൾ ഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നു, പക്ഷെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയാണ് മോശമായി പോയത്. സോ ഇതാണ് ആ നൈറ്റി. ഇത് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന, ഇത് അത്യാവശ്യം ഇതിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം ബ്രീതബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ സീത്രൂ ആണ്, ഭയങ്കര സീത്രൂ ആണ്. ബേസിക്കലി ഇതാണ് ഞാൻ കയ്യിൽ വെച്ച ഡ്രസ്സ്. ദിസ് ഇസ് നൈറ്റ് വെയർ ആണ്, വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നൈറ്റി ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. അടിയിൽ ഇങ്ങനെ കുറച്ച് ഫ്രിൽസ് ഒക്കെ വന്നിട്ട്. ദിസ് ഇസ് മെയ്ഡ് ഓഫ് ജോർജറ്റ്. അത്ര ഒരു നല്ല മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഇത് കുറച്ച് സ്ട്രെച്ചബിൾ ആണെന്ന് പറയാം, പക്ഷേ ദ ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. സ്റ്റിച്ചിങ് എല്ലാം കുഴപ്പമില്ല. ആൻഡ് ഇറ്റ് ഇസ് വെരി സീ ത്രൂ, ട്രാൻസ്പെറൻ്റ് ആണ്, അത്യാവശ്യം സീ ത്രൂ ആണ്. നമ്മൾ വീട്ടിലിട്ട് നടക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് വെരി സീ ത്രൂ. അപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് നോട്ട് വർത്ത് ദ പ്രൈസ്. വോട്ട് ഡു യു തിങ്ക്? ടീമു ഹോൾ കഴിഞ്ഞു. ടീമു ഹോൾ ഓർ ചൈനീസ് പ്രോഡക്ട്സ് ഹോൾ, വാട്ട് എവർ യു കോൾ ഇറ്റ്, ഇത്രേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ. ബേസിക്കലി എൻ്റെ അഭിപ്രായം പറയാനാണെങ്കിൽ വാട്ട് ഐ ഫെൽറ്റ് വാസ് ദാറ്റ് കിച്ചൺ ഐറ്റംസ് മേടിക്കാനാണെങ്കിൽ, കിച്ചൺ ഐറ്റംസോ അല്ലെങ്കിൽ ആക്സസറീസ്, ഓർഗനൈസേഴ്സ്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായിട്ട് ടീമു ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ക്ലോത്തിങ് ഐറ്റംസിന് ഐ ഡിൻ ഫീൽ ഇറ്റ് വാസ് വർത്ത് ദ പ്രൈസ്. ബിക്കോസ് അത്യാവശ്യം പ്രൈസിയർ ആയിരുന്നു. ഐ തിങ്ക് 800, 900 അങ്ങനെയൊക്കെയാണ് കുറച്ച് മെജോറിറ്റി ഓഫ് ദ നൈറ്റ് വെയർസിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസസ് വരുന്നുണ്ടായിരുന്നത്. ആൻഡ് വാട്ട് ഐ ഗോട്ട് വാസ് ഫോർ ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ് എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് 600, 500 ആ റേഞ്ചിൽ കിട്ടിയത്. വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് ഇസ് എ വെരി
a little bit on the pricier side for the quality that they are delivering. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. A lot to improve on their product quality regarding their clothing items. അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മേ ബി നെക്സ്റ്റ് ടൈം ഐ വോണ്ട് പർച്ചേസ് ക്ലോതിങ് ഐറ്റംസ് ഫ്രം ദം, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഈ ഫ്രൈയിങ് പാനൊക്കെ ആണെങ്കിലും ഐ തിങ്ക് ദിസ് വാസ് ഫോർ 3 റിയാൽ, 500-600 ആ റേഞ്ച് വരും. ആ ഒരു പ്രൈസിൽ ഇത് വർത്ത് ഇറ്റ് അല്ല. പക്ഷേ ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ ഫ്രീ, ഇപ്പോൾ എനിക്ക് കിട്ടിയ പോലെ 3 പ്രോഡക്ട്സിൽ ഫ്രീ അങ്ങനെ കിട്ടുമ്പോൾ ബാക്കിയുള്ള പ്രോഡക്ട്സ് കുറച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് പർച്ചേസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ടീമു ഹോള് കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റിൽ അറിയിക്കുക. ആൻഡ് ഇഫ് ദർ ഇസ് സംതിങ് ദാറ്റ് യു ഫെൽറ്റ്, ഇപ്പോൾ ഇമേജിൽ കാണിക്കുന്ന പോലെ അല്ല, ദിസ് ലുക്സ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇസ് ബീൻ ഷോൺ ഇൻ ദ ഇമേജ് ഓഫ് ദ ആപ്ലിക്കേഷൻ, ടീമൂല് കാണുന്ന പോലെ അല്ല ഇത് എന്നങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമുക്ക് വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരെ നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ comment box il ariyikka, and don't forget to like this video and subscribe to my channel. We'll meet you in the next video. Till then, bye.